സ്റ്റാർ സിംഗർ തൊട്ട് ഇവിടെ വരെയുള്ള ഒരു ലൈഫിൽ നമ്മളൊരു കണക്ക് പുസ്തകം നോക്കുകയാണെങ്കിൽ എത്ര ജയവും എത്ര തോൽവിയും ഏതിനാണ് മുൻതൂക്കം ഉണ്ടാവുക? എനിക്ക് തോന്നുന്നു ജയവും ഫെയിലിയറും രണ്ടും സക്സസിന്റെ ഭാഗമാണ്. നമ്മൾ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളതിന്റെ ഒരു റിസൾട്ട് ജയവും പരാജയവും രണ്ടും ഒരുമിച്ച് വരണം. എന്നാൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആവുന്ന സമയത്ത് നമ്മൾ അങ്ങ് താന്നു പോയി കഴിഞ്ഞാൽ ദെൻ യു ആർ നോട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ. നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഉറങ്ങണം, ദെൻ യു ആർ സക്സസ്ഫുൾ. ഇപ്പം ഞാൻ എപ്പോഴും രാത്രി ഉറങ്ങുന്ന സമയത്ത് ടച്ച് വുഡ് ദൈവം സഹായിച്ച് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഐ എം പീസ്ഫുള്ളി സ്ലീപ്പിംഗ്. കാരണം ഞാൻ ഹാപ്പിയാണ്. അത് ഒരുപാട് പേർക്ക് പറ്റാത്ത അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. സോ ഐ എം വെരി സക്സസ്ഫുൾ ഇൻ ദാറ്റ്. ബാക്കിയൊക്കെ ഇവിടെയുള്ള കാര്യങ്ങളല്ലേ, ബാക്കിയൊക്കെ വേൾഡ്ലി കാര്യങ്ങളാണ്. പിന്നെ ഞാൻ എൻ്റെ മ്യൂസിക് ചെയ്യുന്നു, എനിക്ക് ഇനിയും എന്താ പറയുക, എനിക്ക് ഇനിയും എക്സ്പാൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പല ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നല്ല കഥകളുടെ ഭാഗമാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ എന്നെ സെൽഫ് എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ ചെയ്തത് ഇനി ചെയ്യാണ്ട് പുതിയ ടെറിട്ടറീസ് ക്രോസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വലിയ ചുവടുവെപ്പാണ് കേരള ക്രൈം ഫയൽസ് സീസൺ 2. അപ്പം കേരള ക്രൈം ഫയൽസിൽ നമ്മൾ വരികയാണെങ്കിൽ സിനിമയിൽ ഇത്രയും കാലം ചെയ്തു, ഒരു വെബ് സീരീസിന് വേണ്ടി ചെയ്യുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ. അപ്പൊ അത് കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ പോലെ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ഫ്രീഡം കിട്ടിയിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഒന്ന് അതിന് താങ്ക്സ് പറയേണ്ട അഹമ്മദ് കബീറിനോടും ഹോട്ട്സ്റ്റാറിനോടുമാണ്. കാരണം അങ്ങനെ ഒരു കഥ മ്യൂസിക് ചെയ്യാൻ എനിക്ക് അവസരം തന്നതിൽ അഹമ്മദിനോട് താങ്ക്സ് പറയണം. നമ്മൾ മധുരം ഫിലിം തൊട്ടുള്ള നമ്മുടെ ഒരു റിലേഷൻഷിപ്പാണ്. മധുരം സിനിമയിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ 1-2 സിനിമയ്ക്ക് വേണ്ടിയും വർക്ക് ചെയ്യുന്നതിന്റെ സമയത്താണ് കേരള ക്രൈം ഫയൽ സീസൺ 1 വരുന്നത്. അപ്പൊ സീസൺ 1 നമ്മൾ അങ്ങനെ കമ്പോസ് ചെയ്തു, അതിന് ഭയങ്കര അഭിപ്രായം വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സീസൺ 2 വന്ന് ഇതിപ്പോ റിലീസായപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായത്. ഓക്കെ, ഇതിന്റെ മ്യൂസിക് ഹിഷാമാണ് ചെയ്തിട്ടുള്ളത്. ഹിഷാം എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നത് ഓർഗാനിക്കലി സംഭവിച്ചാണ്. അതങ്ങനെ എനിക്ക് ഈ ത്രില്ലർ മ്യൂസിക് എന്താ പറയുക, അതിലൊരു മാർക്ക് വരുത്തണം എന്ന് കരുതി അങ്ങനെയൊന്നുമല്ല. ആ കഥയ്ക്ക് എന്താണോ അനുയോജ്യമായത് അതിന് മ്യൂസിക് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതിന് തീർച്ചയായിട്ടും അഹമ്മദിനോട് താങ്ക്സ് പറയണം. കാരണം നമ്മൾ ഒരുമിച്ചിരുന്നാണ് സ്കോർ ചെയ്തത്. അപ്പം അഹമ്മദിന് ഒബ്വിയസ്ലി എൻ്റെ ഒരു ലൈൻ ഓഫ് വർക്ക് അറിയാം. അപ്പം അഹമ്മദ് ഇപ്പൊ നമ്മളൊരു ഹമ്മിങ് ആഡ് ചെയ്യുമ്പോൾ അഹമ്മദ് പറയും, ഹിഷാമെ ഹമ്മിങ് ഒന്നും വേണ്ട, നമുക്കിത് വേറെ റൂട്ടാണ് പിടിക്കേണ്ടത്. പിന്നെ എനിക്കും മനസ്സിലായി, കാരണം നമ്മളും എപ്പോഴും ആഗ്രഹിക്കുന്നതാ ഇതുപോലുള്ള സിനിമകളുടെ ഭാഗമാകാൻ. അപ്പൊ അതിൽ സന്തോഷം. ഈ റൊമാൻറ്റിക് ട്രാക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ലൈഫിന്റെ ഇമോഷൻസ് ട്രാക്ക് മാത്രം പിടിച്ചു വരുന്നത് ഇവിടെ കുറച്ചുകൂടി ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലറിന് അനുസരിച്ചിട്ടുള്ള ഒരു ഇത് വേണം. അപ്പോ മൊത്തം സോഷ്യൽ മീഡിയ പറയുന്ന വാട്ട് എ സ്കോർ എന്ന് പറയുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഐ എം വെരി ഫോർച്ചുനേറ്റ്. കാരണം മനുഷ്യരെ ഹാപ്പി ആക്കുന്ന ഒരു ഇമോഷനാണ് ലവ്. ലവ് അല്ലാതെ വേറൊരു ഇമോഷനും ആൾക്കാരെ സന്തോഷിപ്പിക്കില്ല. അപ്പം ആ ഇമോഷനോട് ചേർന്ന് ഒരുപാട് പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയുള്ള സിനിമകളിൽ ഭാഗമാകാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മറ്റേത് ഇമോഷൻ എടുത്ത് നോക്കിയാലും നമ്മളെ വിഷമിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ ഡാർക്ക് അടുപ്പിക്കും. അപ്പം ലവ് എന്ന് പറയുന്നത് ഓൾവേസ് മേക്സ് പീപ്പിൾ ഹാപ്പി. അപ്പം അതിന്റെ ഇമോഷനോട് അറ്റാച്ച് ചെയ്ത് കുറെ നാള് സഞ്ചരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു ത്രില്ലർ ജോണറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോഴും ഫോൺ കണ്ടിന്യൂസ്ലി നോക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരെ ടാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ KCF കണ്ടിട്ട്. അതിൽ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയണം. എല്ലാരും കേരള ക്രൈം ഫയൽസ് കാണണം. യെസ്, എല്ലാവരും കാണണം. അപ്പോൾ ഈ ഗിരീഷ് പുത്തഞ്ചേരി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഈ ഹാർട്ട് ബ്രേക്സും ഈ പ്രണയനൈരാശ്യമൊക്കെ കാരണം ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഈ പ്രേമ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുമ്പോൾ കുടുംബം തകർക്കാൻ തോന്നരുത്. പറഞ്ഞു എന്തെങ്കിലും വല്ല പ്രേമനൈരാശ്യങ്ങളോ വല്ല ഹാർട്ട് ബ്രേക്സോ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഹാർട്ട് ബ്രേക്സ് ഇപ്പം നമ്മൾ കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള നമുക്ക് ഹാർട്ട് ബ്രേക്സ് ഒക്കെ വരുമല്ലോ. അതിപ്പം എനിക്ക് മാത്രമേ, ഇപ്പം ഞാനും ഐഷു ഒക്കെ ആ കാര്യത്തിൽ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വി ആർ ഗുഡ് ഫ്രണ്ട്സ് ഓൾസോ. അപ്പം ഒബ്വിയസ്ലി ഹാർട്ട് ബ്രേക്സ് എപ്പോഴും, ചില ഹാർട്ട് ബ്രേക്സ് നമ്മുടെ ലൈഫിൽ ഒരു ഭയങ്കര സ്ട്രോങ് പോയിന്റ് ആയിരിക്കും. ചില റെഫറൻസുകളൊക്കെ നമ്മൾ ചിലപ്പോൾ അത് ഓർമ്മിപ്പിക്കപ്പെടും. അപ്പൊ അത് ചിലപ്പോൾ സിനിമയിലൂടെ ആവാം. ഇപ്പം ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ പറയും, ഇപ്പം അഭിലാഷം എന്ന് പറഞ്ഞ പടം. അപ്പം വൈഫ് ഐഷ അത് കണ്ടിട്ട്
അവൾക്കൊരു 3-4 ദിവസം ഷി വാസ് കണ്ടിന്യൂസ്ലി വാച്ചിങ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഇരുന്ന് കാണേണ്ട ആവശ്യം എന്താണ്? 3-4 ദിവസം അതിലെ പാട്ടുകൾ മാത്രമാണ് കണ്ടിന്യൂസ്ലി. ഹലോ, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം, ബ്യൂട്ടിഫുൾ സോങ്സ്. പക്ഷെ ആള് പറയുന്നത് ചില നേരത്ത് കാണുമ്പം ചില ക്യാരക്ടേഴ്സിനെയൊക്കെ ഓർമ്മ വരുന്നെന്ന് ആള് പറയാറുണ്ട്. അപ്പം ഒബ്വിയസ്ലി അങ്ങനെയാണ്. അത് മ്യൂസിക്കിന്റെ ഒരു പവറും കൂടെയാണ്. ചില നേരത്ത് നമ്മൾ കാണുന്ന സമയത്ത് യു വിൽ റിമെമ്പർ ഫ്യൂ ഇൻസിഡൻസ് ഓർ ഫ്യൂ മെമ്മറീസ്. അപ്പം അതിന്റെ ഒരു പരിപാടി ഉണ്ട്. അതിപ്പം ഇപ്പം ഹൃദയം ഫോർ എക്സാമ്പിൾ, ഇപ്പം ദർശന എന്ന് പറഞ്ഞ സോങ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ ആൾക്കാരെയും ഒരേപോലെ മ്യൂസിക്കിലൂടെ എനിക്ക് ഹൈ കൊടുക്കണം എന്നുള്ള ഒരു വാശിക്കാണ് ആ പാട്ട് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് ചില നേരത്ത് കമ്പോസ് ചെയ്യുന്നത്. ഈ ദർശന വന്നതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പെമ്പിള്ളേരും മുടി അഴിച്ചിടാൻ തുടങ്ങി. അതിനൊരു ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ശരിക്കും കമ്പോസ് ചെയ്യുമ്പോൾ ഒക്കെ ആലോചിച്ചിരുന്നു ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വൈറൽ ആവും എന്നുള്ളൊരു സംഭവം, അല്ലെ ട്രെൻഡ് ആവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഇറങ്ങുന്ന സമയത്ത് നല്ല അഭിപ്രായം വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒക്കെ എന്റെ കരിയർ പോകുന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ ഫിലിം ഗംഭീരമായി വരണം എന്ന് മാത്രമേ ആഗ്രഹിച്ചു. ആ സമയത്ത് കോവിഡ് വന്ന സമയത്തൊന്ന് എല്ലാരും ഒന്ന് വിഷമിച്ചായിരുന്നു. 2 വർഷം, ഒരു 1.5 വർഷം അങ്ങനെ പോയല്ലോ. പക്ഷെ അതിനുശേഷം ഹൃദയമായിരുന്നു ഫസ്റ്റ് തിയേറ്ററിൽ റീഓപ്പൺ ചെയ്ത സമയത്ത് വന്ന ഫിലിം. അപ്പൊ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാലൊക്കെ, ആ ഒരു റെവല്യൂഷന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ എത്രയോ 25 വർഷങ്ങൾക്ക് ശേഷം ഓഡിയോ കാസറ്റ്സ് വന്നു, ഹൃദയത്തിലൂടെ തിരിച്ചു വീണ്ടും. അപ്പൊ അങ്ങനെയുള്ള കുറെ മോമെന്റ്സ് ആ ഫിലിം, കുറെ ഹിസ്റ്ററിക് മോമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി സിനിമയ്ക്ക്. അതിലൊക്കെ സന്തോഷം. ഹൃദയം എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. നമ്മളെ എല്ലാ സ്റ്റേജസ് ഓഫ് ലൈഫും അതിലുണ്ട്. വീട്ടുകാരായിട്ടുള്ള ഒരു ഇമോഷൻ, പുള്ളി അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ഒരു ഇമോഷൻ, ബ്രേക്കപ്പ് ആകുമ്പോഴുള്ള ഇമോഷൻ, പാഷന് വേണ്ടി നമ്മൾ പോകുന്ന ഒരുപാട് നല്ല ലേയേഴ്സ് ഉള്ള ഒരു സിനിമയാണ് അത്. അപ്പോൾ ഇപ്പോ മറ്റേ കുറച്ച് സിനിമകൾ ഇറങ്ങിയ സമയത്ത് ചില വിഭാഗം ആളുകളല്ലേ, കുറച്ച് ആളുകളെങ്കിലും വിനീത് ശ്രീനിവാസനെ ക്രിഞ്ച് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ ട്രോൾസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഹിഷാം അടക്കമുള്ള ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്തിയ ഒരാളാണ് വിനീത് ശ്രീനിവാസൻ. ശരിക്കും ഈ ട്രോളുകളൊക്കെ പുള്ളി ഒരിക്കലും അർഹിക്കുന്നില്ല. അതിനോട് എന്താണ് അഭിപ്രായം? എനിക്ക് തോന്നുന്നു എല്ലാത്തിനെയും ഒരു പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കുന്നത് നല്ലതാ. ഇപ്പം ഇപ്പൊ ലവ് എന്ന് പറഞ്ഞ ഇമോഷൻ ഭയങ്കര ക്ലീശ ഇമോഷനാ ലവ്. പക്ഷേ നമ്മളത് ഓൺ സ്ക്രീനിൽ കാണുന്ന സമയത്ത് യു ഡോണ്ട് വാണ്ട് ടു സീ. ഇപ്പം 2 പേര് ഇഷ്ടപ്പെടുന്നു, ഇപ്പം ലവ് ലെറ്റർ കൊടുക്കുന്നു, ആ സീൻ നമുക്കറിയാം, ഓക്കെ അവര് ലവ് ലെറ്റർ കൊടുക്കാൻ പോവാണ്, യു ഡോണ്ട് വാണ്ട് ടു സീ ഇറ്റ്. പക്ഷെ ആക്ച്വലി റിയാലിറ്റിയിൽ അതാണ് സംഭവിക്കുന്നത്. ഇതാണ് അതിന്റെ റിയാലിറ്റി. അപ്പം ഒബ്വിയസ്ലി ഒരു റൊമാൻറ്റിക് സിനിമ അല്ലെങ്കിൽ ആ ഒരു ജോണറിൽ വരുന്ന സിനിമയിൽ ഒരുപക്ഷെ റിപ്പീറ്റഡ് സീനായിരിക്കും വരുന്നത്. പിന്നെ ഇത് കാലങ്ങളോളം ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് അത് ക്രിഞ്ചാവും, ക്ലീശയാകും. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. അത് നമ്മൾ അങ്ങനെ അത് എടുക്കാന്നുള്ളതാണ് ഏറ്റവും. ഇപ്പൊ നമ്മൾ സോങ്സ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിള് ഇപ്പം ദർശന ഖുഷി സമയമാ ഹായ്നാനൊക്കെ ചെയ്ത, ഞാൻ കമ്പോസ് ചെയ്ത ഒരു 4-5 ട്രാക്കില് ഫസ്റ്റ് നോട്ട് ഇസ് ഓൾമോസ്റ്റ് സിമിലർ. അത് പല ശ്രുതിയിലുമാണ്, പല രാഗത്തിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ദർ ഇസ് എ സ്മോൾ സിമിലാരിറ്റി വിത്ത് എ ഫ്യൂ ലവ് സോങ്സ് ദാറ്റ് ഹാവ് ഡൺ. അത് ചില ആൾക്കാർ പറയാറുണ്ട്, ഹിഷാം എപ്പോഴും ഹൈ തന്നെയാണല്ലോ പാടുന്നത്, എന്തുകൊണ്ട് ലോ ചെയ്തുകൂടാ, എന്തിനു ഒരേ ശ്രുതി പിടിക്കുന്നത്, ഒരേ ടൈപ്പ് ആണല്ലോ. ബട്ട് ഐ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. ബട്ട് ഞാൻ നോക്കും അത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണെങ്കിൽ ഇല്ല. ഐഡന്റിറ്റി ഈസ് ഗിവൺ ബൈ പീപ്പിൾ. നമ്മൾ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല, ഹൗ ടു ക്രിയേറ്റ് അവർ ഓൺ ഐഡന്റിറ്റി. ഓഡിയൻസ് വിൽ ഗിവ് യു ദി ഐഡന്റിറ്റി. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഐ വിൽ ടേക്ക് ഇറ്റ്. ആലോചിക്കും ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിട്ട് അതിനെ എടുക്കാറുണ്ട്. അതിപ്പോ എത്രയോ ആൾക്കാർ ഫീഡ്ബാക്ക് തരാറുണ്ട്, ഒത്തിരി ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്.